പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരമാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം. ലോകത്തെ അതിശ്രേഷ്ഠമായ പള്ളികൾ 3 എണ്ണമാണ്. ഒന്ന് പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നതായ മക്കയിലെ പള്ളിയായ മസ്ജിദുൽ ഹറാമാണ്. إن أول بيت وضع للناس للذي ببكة مباركا പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട കേരം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകനിലൂടെ ഈ ലോകരെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പള്ളിയാണ് മദീന പള്ളി. പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട പുണ്യമാക്കപ്പെട്ട പള്ളി. ആ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൻ നബവി രണ്ടാം സ്ഥാനമാണ്. മൂന്നാമത്തെ സ്ഥാനമാണ് പരിശുദ്ധമായ പലസ്തീൻ. യെരുശലേമിലുള്ള പവിത്രമാക്കപ്പെട്ട പലസ്തീൻ. ആ പലസ്തീനിൽ സ്ഥിതി ചെയ്യുന്നതാകുന്ന പുണ്യമാക്കപ്പെട്ടതായ പള്ളിയല്ലയോ ബൈത്തുൽ മഖ്ദസ്. ആ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് താമസിച്ചിരുന്ന കുടുംബമാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കെ മഹദി അവர்கள் നേർച്ച നേരുകയാണ്. തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയത്ത് വെക്കുകയാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഇൻഷാ അല്ലാഹ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയായ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് ഈ കുട്ടിയെ ഞാൻ നേർച്ച നേരുകയാണ്. ഖുർആൻ ആ സംഭവത്തെ വിശദീകരിക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ. قالت امرأة عمران رب إني نذرت لك ما في بطني محررا എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഈ പവിത്രമായ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ ഞാനിതാ ഒഴിഞ്ഞു വെക്കുന്ന റബ്ബേ നേർച്ച നേരുന്നു. അല്ലാഹ് ഫതഖബ്ബൽ മിന്നി, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിവുള്ളവനുമാണല്ലോ റബ്ബേ. فلما وضعتها قالت رب إني وضعتها أنثى. പക്ഷേ മഹദി അവர்கள் പ്രസവിച്ചപ്പോൾ ആണാകുമെന്ന് കരുതിയാണ് നേർച്ച നേർന്നത്. കുട്ടി പക്ഷേ പെണ്ണായി പോയി. മഹദി അവர்கள் പറഞ്ഞു, റബ്ബേ ഇന്നി വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ. ആണല്ലേ പള്ളിയുമായി ബന്ധപ്പെടേണ്ടത്, പള്ളിയുടെ പരിപാലനത്തിന് ആണല്ലേ വേണ്ടത്. ഞാൻ ആണാകുമെന്ന് കരുതിയാണ് നേർച്ച നേർന്നത്. പക്ഷേ ഇതാ പ്രസവിക്കപ്പെട്ടപ്പോൾ പെണ്ണായി പോയിട്ടുണ്ട്. പക്ഷെ ഞാനിതാ നേർച്ച വീട്ടുന്നു റബ്ബേ. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നു മറിയം എന്ന പേര് വെക്കുകയാണ് അല്ലാഹ്. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മാതാവാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ കയ്യിലെടുത്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഞാൻ ഇവളെ അല്ലാഹുവേ ശപിക്കപ്പെട്ടതാകുന്ന പിശാചിൽ നിന്ന് പരിപൂർണമായ കാവൽ തേടുന്നു അല്ലാഹ്. അല്ലാഹുവേ നിന്നോട് ഞാൻ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കുട്ടിയെ കൈവശം വെച്ച് ദുആ ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. കയ്യിലെടുത്തിട്ട് ദുആ എടുക്കുക. അതാണ് കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ കാമത്തും കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയാണ്. ഏതായത്ത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനി അർറജീം. ഇവളെയും ഇവളുടെ പരമ്പരകളെയും മക്കളെയും അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്.
ആരുടെ ദുആ ആണ്? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ആരുടെ ഉമ്മയാണത്? മറിയം ബീവിയുടെ ഉമ്മയാണ്. അങ്ങനെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തേക്ക് വരുന്നത്. ഈ സമയത്ത് അത് പഠിക്കൽ വളരെ ആവശ്യമാണ്. കാരണം എന്താ? ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയവും സന്ദർഭമാണ്. ന്യൂ ഇയർ ആഘോഷിക്കുന്നു, ക്രിസ്മസ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈസാ നബിയുടെ ഉമ്മാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. പഠിക്കണ്ടേ? കേട്ടോ നിങ്ങൾ? ഇന്നത്തെ ദിവസം വയലാണ്, ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിക്കപ്പെട്ടു. മഹദി അവറുകളെ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയത്ത് ചെയ്തതാണ്. നേർച്ച നേർന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദസിലേക്ക് നേർച്ച നേർന്നപ്പോ ആ പള്ളിയുടേതാകുന്ന ഭരണകർത്താക്കളും അന്നുള്ള പരിപാലക സമിതി അംഗങ്ങളും നാട്ടിലുള്ളവരും എല്ലാവരും കൂടി കുട്ടിയുടെ വിഷയത്തിൽ ഞങ്ങൾ ചെലവ് കൊടുക്കാം എന്നുള്ള വഴക്കായി. ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെലവ് കൊടുത്തു. അപ്പൊ വേറെ ആള് പറഞ്ഞു മറിയം ബീവിയുടെ കാര്യമാണ്, അത് നമ്മൾ നോക്കും. അങ്ങനെ ചുരുക്കം പറഞ്ഞ ആകെ നാട്ടിലെല്ലാവരും കൂടി വരിക ചെലവ് കൊടുക്കുക. ഇന്നെങ്ങാണായിരുന്നു റാഹത്തായിരുന്നു. കുറെ വീട്ടിൽ ചെലവ് കിട്ടിയായിരുന്നു. ആ മുത്തല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കത്തില്ലേ നമ്മൾ? അപ്പോ ആരെ ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാന്ന് പറയുമ്പോൾ ആജിയാക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം ഉസ്താദേ എന്ന് പറയാറില്ലേ? എന്നതുപോലെ 10-30 പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഈ പെൺകുട്ടിയുടെ കാര്യം ഞങ്ങൾ ഏറ്റോളാം. ചെറിയ കുട്ടിയാണ്, പ്രസവിച്ചിട്ടുള്ളൂ. ഈ കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം. എല്ലാവരും പള്ളിയിലേക്ക് വന്നു. അപ്പോഴാണ് പള്ളിയിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചീഫ് ഇമാമാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മുടെ വിഷയം എന്താ? മറിയം ബീവിയുടെ ചരിത്രം പറയലല്ല, സാലിഹാവുക എന്നുള്ള വിഷയം പറയലാണ്. സാലിഹായ കുട്ടി, അതാണ് നമ്മുടെ വിഷയം. അതിലേക്ക് വരികയാണ്. ഞാൻ വിഷയം ശരിക്കും ശ്രദ്ധിക്കണേ. സക്കരിയ നബി അലൈഹിസ്സലാം അവിടുത്തെ ചീഫ് ഇമാമാണ്, അവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ. അദ്ദേഹം പറഞ്ഞു പിന്നെ കുട്ടിയുടെ കാര്യമാണോ? കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ ഞാനുണ്ട്. ഇവിടെ ഓൾറെഡി 30 പേര് ഇവിടെ ബഹളാണ്. അതിനിടയ്ക്ക് ഇമാമ വന്നിട്ട് പറയാണ് ഞാനും കൊടുത്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? സക്കരിയ നബി അലൈഹിസ്സലാമിന് കുട്ടിയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയെ വിവാഹം ചെയ്തതാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. പഠിക്കുന്നുണ്ടോ ചരിത്രം? നിങ്ങളെ പഠിപ്പിച്ചു വിടുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ചരിത്രം പിന്നീട് കേൾക്കേണ്ടി വരത്തില്ല. ആ രീതിയിൽ പതുക്കെ പറഞ്ഞു പോവാൻ കൂടെ ഇരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ബന്ധമുള്ള ആൾ ഇമാമത്താകുമ്പോൾ അദ്ദേഹം കൂടുതൽ എന്താവും? കാരണം കുട്ടിയെ കൂടെ ഇതാക്കണമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാന്ന്. അങ്ങനെ 10-30 പേര് വന്നപ്പോ ഇസ്ലാമിലെ നിയമമാണ്, ഒന്നിലധികം ആളുകൾ വന്നാൽ പിന്നെ അവിടെ നറുക്കിടണം. ആ നറുക്കിടുന്നതിന്റെ തുടക്കം വന്നത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവത്തോടു കൂടിയാണ്. അങ്ങനെ നിയമമാണ്. ലോകത്ത് ആദ്യമായി നറുക്കിടല് പരിപാടി. പേരെഴുതിയിടുന്നില്ല. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു എല്ലാവരുടെയും കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു. അന്ന് പേനയ്ക്ക് ഭയങ്കര പ്രസക്തിയാണ്. എല്ലാവരും പേന എടുത്തു. എല്ലാവരുടെയും പേന കൊണ്ടുവന്ന് നദിയിലേക്ക് എറിയാൻ പറഞ്ഞു. ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോറ്റാം, അവരുടെ കഫാലത്ത് ഏറ്റെടുക്കാം. അപ്പൊ അള്ളാഹു തീരുമാനിക്കും. എല്ലാവരുടെയും പേന അങ്ങ് പോയാലോ? പിന്നെ കഴിഞ്ഞു. എന്തായാലും നോക്കാം. എല്ലാവരും പറഞ്ഞു അത് കൊള്ളാം, നല്ല പരിപാടി. നദിയുടെ തീരത്ത് 10-30 പേര്. ഇമാം ഹാസിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തഫ്സീർ ഹാസിൽ പറയുന്നത് 27 എന്നാണ്. നല്ല വേറെ ചില തഫ്സീറുകൾ 30 ഉണ്ട്. അപ്പൊ കൂട്ടി പറഞ്ഞതാണ് 30ഓളം ആളുകൾ. എല്ലാവരും വന്നു. ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബിയുണ്ട്. എല്ലാവരും പേന എടുത്ത് വെള്ളത്തിൽ ഇട്ടു. പ്ലാസ്റ്റിക് പേനയൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി തന്നെ അടക്കം കരയിലോട്ട് വരികയും ചെയ്യും. അതല്ല, എല്ലാവരുടെയും നല്ല കട്ടിയുള്ള പേനയാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത സൈസ്. പേന എടുത്ത് എല്ലാവരും പറഞ്ഞു. ആരുടെ പേനയാ തിരിച്ചു കയറി വന്നത്? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. ബാക്കിയുള്ളവരൊക്കെ പേന പോയ വഴിയെ പോയി, വെള്ളത്തിലോട്ട് പോയി. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പേരെ കരക്കടിച്ചു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം സന്തോഷിച്ചു. ഈ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ചുമതല ആർക്കാ? സക്കരിയ നബിക്ക്. പള്ളിയിലെ ഇമാം കൂടിയാണ് അദ്ദേഹം. പള്ളിയുടെ ഒരു സൈഡിൽ തന്നെ ആരും വരാത്ത രീതിക്ക് നല്ല ഒരു പർണശാല, ഇബാദത്തിന് വേണ്ടി ഒരു ചെറിയ കൂടാരം ഒരുക്കി മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി.
സൂറത്തു മറിയം. ലോകത്തൊരു പെണ്ണിന്റെ പേരിലൊരു സൂക്തമുണ്ടെങ്കിൽ സൂറത്തു മറിയം റളിയല്ലാഹു അൻഹ മഹദിവറുടെ പേരിൽ സൂക്തം. പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് ഇവിടെ പറയുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല. പക്ഷെ സ്ത്രീകളുടെ പേരിൽ ഒരു സൂക്തമുണ്ട്. അവർ പഠിക്കേണ്ട സൂക്തമാണ് സൂറത്തു മറിയം റളിയല്ലാഹു അൻഹ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഇബാദത്ത് എടുക്കാനുള്ള ഒരു കൂടാരം പണിത് കൊടുത്തു. മറിയം ബീബി റളിയല്ലാഹു അൻഹ അതിനുള്ളിൽ തന്നെ ഇബാദത്ത്. ഒരാളുമായി ഒരിടപഴകലുമില്ല. അവിടേക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുന്നത് ആരാ? സക്കരിയ നബി അലൈഹിസ്സലാം മാത്രം. വേറെ ആരും നോക്കാൻ പാടില്ല. അതിനാണ് അങ്ങനെ പ്രത്യേക സജ്ജീകരണം. ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഏറ്റെടുക്കണം. ഫുൾ ചെലവ് ഏറ്റെടുക്കുക. സക്കരിയ നബി പറഞ്ഞു നമ്മളെ ഏറ്റോളം അങ്ങനെ കറക്റ്റായി ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ചെല്ലും. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ ആ റൂമിലേക്ക് ചെല്ലുമ്പോ ഞെട്ടിപ്പോയി. കാരണം ഖുർആൻ പറയാം, ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായ്കനികൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദിവറുള്ള കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലഘട്ടത്തിലേ അത് കായ്ക്കുള്ളൂ. അങ്ങനത്തെ ചില ഫലങ്ങൾ, കായ്കനികൾ, നല്ല പഴവർഗ്ഗങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദിവറുകൾ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് കഴിക്കുന്നതായി കാണാൻ പറഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് കിട്ടിയതല്ല എന്ന് ഉറപ്പായി. ബഹുമാനപ്പെട്ടവർ, വേറൊരു മനുഷ്യൻ ആ റൂമിൽ കയറത്തുമില്ല. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാതെ ഒരാൾ ഇവിടെ വന്നിട്ടുമില്ല, വരികയുമില്ല. നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായ്കനികൾ ചൂടുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം കയറി ചെല്ലുമ്പോഴും മഹദിവറുകളുടെ കൈകളുണ്ട്. തണുപ്പ് കാലഘട്ടങ്ങൾ മാത്രം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം വേണോ, വൈകിട്ട് കുത്തുപൊറോട്ട വേണോ, റെഡിയാണ്. കിഴി പൊറോട്ട വേണോ, റെഡിയാണ്. കുഴിമന്തി വേണോ, ഒക്കെ ഉണ്ട് ഇവിടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഫുഡ് ഒരു കുഴപ്പമില്ല. ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട. അത് മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു സ്ത്രീയാണ് റളിയല്ലാഹു അൻഹ. പരപുരുഷന്മാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു വലിയ മഹൽ വ്യക്തിത്വമായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. എന്ന് പറഞ്ഞാൽ അത്ര സൂക്ഷ്മതയായി. മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ പോയിരുന്ന് ചിണുങ്ങാനോ വർത്തമാനം പറയാനോ കൊഞ്ചിക്കൊഴയാനോ ഒന്നും പോയില്ല. അവർ ഭയങ്കര സൂക്ഷ്മത വെച്ച് പുലർത്തിയിരുന്നു. അതാണ് മറിയം ബീവിയെ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയാക്കിയത്, ഇത്ര ഉയർച്ചയിലേക്ക് എത്താൻ കാരണം. ഖുർആൻ പറയാ, ചരിത്രം കേട്ടോ നിങ്ങൾ. കുല്ലമാ സക്കരിയ അൽ മിഹ്റാബ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പണിത് കൊടുത്തതാകുന്ന റൂമിലേക്ക് എപ്പോൾ കടന്നു ചെന്നാലും കുല്ലമാ ഏത് സമയത്ത് കടന്നു ചെന്നാലും സക്കരിയ അലൈഹിൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണമുണ്ടായിരുന്നു. അത് കഴിക്കുന്നതാകുന്ന മറിയം ബീവിയോട് അത്ഭുതം കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അന്നാലകി ഹാദാ, മറിയമേ ഇതെവിടുന്നാണ് നിനക്ക് ലഭിച്ചത്? ഒന്ന് പറയുമോ മറിയമേ? അന്നാലകി ഹാദാ, ആരാണ് നിനക്കിത് കൊണ്ടുവന്നതെന്നത് ഒരാൾ പോലും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഞാനല്ലാത്ത ഒരാളും ഇവിടേക്ക് കടന്നു വരികയുമില്ല. ഇനി അങ്ങനെ മനുഷ്യർ കൊണ്ടുവന്നാൽ തന്നെ ഈ സമയത്ത് കിട്ടുന്ന കായ്കനികളല്ലേ കിട്ടുകയുള്ളൂ. ഇത് തണുപ്പിന്റെ സമയമാണ്. ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന പലവർഗ്ഗങ്ങൾ എങ്ങനെയാണ് നിന്റെ കൈവശം കിട്ടിയത്? ചൂടുള്ള കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാവാറുള്ള പഴവർഗ്ഗങ്ങൾ മഹദിവറുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, അന്നാലകി ഹാദാ, മോളെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? പറയുമോ? ഖുർആൻ വിശദീകരിക്കുകയാണ്. ഉടനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്, ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ്, അഥവാ സ്വർഗീയമാകുന്ന പഴവർഗ്ഗങ്ങളാണ് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് എനിക്ക് നൽകിയതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്നു.
അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാമിന് ഒരു കാര്യം വ്യക്തമായി, ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. കാരണം മലക്കുകളല്ലാതെ ഇത് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഇതുകൊണ്ട് കൊടുക്കാൻ ഇവിടെ ഒരു മഖ്ലൂഖില്ല, ഒരു മനുഷ്യനും കൊണ്ട് കൊടുക്കൂല. അപ്പൊ മലക്കുകൾ ഇവിടെ പറന്നിറങ്ങുന്നുണ്ട്. ഈ റൂമിൽ ഇവിടെ ഇരിക്കുന്ന ഇബാദത്തെടുക്കുന്ന ഈ മഠത്തിനുള്ളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? മലക്കുണ്ട്. മലക്കാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിടുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൈ ഉയർത്തുകയാണ്. ആ സ്ഥലത്ത് വെച്ച്, കാരണം ഇത് ഇജാബത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി, ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ കരമുയർത്തി. എന്തിനാ? സാലിഹായ കുട്ടിക്ക് വേണ്ടി. അതാണ് നമ്മുടെ വിഷയം. ഒരു കുട്ടിയെ വേണം. വർഷമായി, ഒരുപാട് കാലമായി, വയസ്സൊരുപാടായി. ഇബ്രാഹിം നബിയെ പോലെ മക്കളില്ലാതെ വിഷമിക്കാൻ അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആ ആണ് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സക്കരിയ നബിയുടെ ചരിത്രം. മറിയം സൂറത്ത് തുടങ്ങുന്നത് ആരുടെ ചരിത്രം പറഞ്ഞ? ആരുടെ ചരിത്രം പറഞ്ഞ? സക്കരിയ നബിയുടെ. വീട്ടിൽ പോയിട്ട് ഖുർആനായത്തൊന്ന് നോക്കണം. മറിയം സൂറത്ത് ഇങ്ങനെയല്ലേ? കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ വിഭവസമൃദ്ധമാകുന്ന പലവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന മഹദിയവറുകളെ കണ്ടുകൊണ്ട് അത്ഭുതം കൂറി ചോദിക്കുകയാണ്, ആരോരും കടന്നു വരാത്ത ഈ സ്ഥലത്തേക്ക് നിനക്കാരാണ് പെണ്ണെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു നൽകിയതാണ്, അല്ലാഹു നൽകിയതാണ്. പടച്ച റബ്ബിന്റെ സാന്നിധ്യം അഥവാ മലക്കുകളുടെ സാന്നിധ്യം ഇജാബത്തുള്ള റൂമാണിതെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ആലി ഇംറാൻ സൂറത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതാ. അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്ക് പരിശുദ്ധനായ സാലിഹായ ഒരു പൊന്നുമോനെ നൽകണേ അല്ലാ. സാലിഹായ കുട്ടിയെ താ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തപ്പോ ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ടവർ അവിടെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. അല്ലയോ സക്കരിയ നബിയെ, നാം ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബിഗുലാമിൻ, ഒരു കുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത. ഇസ്മുഹു യഹ്യാ, ആ പൊന്നുമോന്റെ പേര് യഹ്യ എന്നാണ്. യഹ്യ എന്ന പൊന്നുമോനെ നിനക്ക് നാം നൽകുകയാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ, മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾക്കും യഹ്യ എന്ന പേര് ഉണ്ടായിരുന്നില്ല. ലോകത്ത് ആദ്യമായി അല്ലാഹു തന്നെ പേര് വെച്ച് നൽകുകയാണ് യഹ്യ എന്ന വിശുദ്ധമായ ഖുർആൻ.
തീർന്നില്ല. ഒരു പ്രവാചകൻ അല്ലാഹു നൽകിയെന്ന് മാത്രമല്ല, ആ പ്രവാചകനാകുന്ന യഹ്യ എന്ന പൊന്നുമോനെ അല്ലാഹു സാലിഹീങ്ങളിൽ ചേർത്തില്ലയോ? വസക്കരിയ വയഹ്യ വഈസാ വഇല്യാസ്. സക്കരിയ നബിയും യഹ്യ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും ഒക്കെ കുല്ലും മിനസ് സാലിഹീൻ, അവരെല്ലാം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. എനിക്കൊരു സാലിഹായ കുട്ടിയെ താ അല്ലാഹ് എന്ന് പടച്ചറപ്പിനോട് ചോദിച്ചപ്പോൾ അല്ലാഹ് പറയുന്നു യഹ്യ എന്നൊരു മകനെ നൽകുകയാണ്. ആ മകൻ പ്രവാചകനാണ്. ആ മകനെ സാലിഹീങ്ങളിൽ നാം ചേർത്തി തന്നിരിക്കുന്നു. മനസ്സിലാക്കണം. എവിടെ വെച്ച് ദ്വാരുന്നപ്പോ കിട്ടിയതാ? മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിലിരുന്നിട്ട് ദുആ ചെയ്തപ്പോൾ കിട്ടിയതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ചില സ്ഥലങ്ങൾക്ക് എന്തുണ്ട് ബറക്കത്തുണ്ട്. അവിടെ വെച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതിനാണ് നമ്മൾ ചില സ്ഥലങ്ങൾ തേടി പോകുന്നത്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ മക്കയിലെത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ ആ കല്ലിന്റെ ബാക്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കം പറയുന്നുണ്ട് ഇജാബത്ത. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒക്കെ ഇജാബത്തിന്റെ സ്ഥലങ്ങളാണ്. ഓരോരോ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടത്. സഫ മർവ ഇവിടെയൊക്കെ അവർ കയറിയിട്ടുണ്ട്. ഹാജർ ഉമ്മർ റളിയല്ലാഹു അൻഹ കയറിയിട്ടുണ്ട്. അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ്. അവിടെ എത്തുമ്പോൾ നീ ദുആ ചെയ്തിട്ട് അടുത്ത നടക്കണേ പറയുന്നില്ലേ? കാരണം അവര് ദുആ ഇരുന്നപ്പോൾ ഉത്തരം കിട്ടിയതാ. അങ്ങനെ പടച്ചറബിനോട് ചോദിച്ചപ്പോ സാലിഹായ കുട്ടിയെ വേണമെന്ന് ചോദിച്ചു. അല്ലാഹു സാലിഹായ മകനെ കൊടുത്തു. ആ മകന്റെ പേരാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രവാചകന്മാരുടെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേരുണ്ടായിട്ടോ ഒറ്റ ഉണ്ട്. പേരെന്താ? മുഹമ്മദ്, ഇബ്രാഹിം നബി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമ്പിയാക്കളുടെ പേരൊക്കെ ഇന്നില്ല. സുലൈമാൻ, യഹ്യ, മൂസ, ഈസ അതൊക്കെ മുമ്പുണ്ടായിരുന്നു. എന്നൊന്നും ആരും ഇടുന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, നിങ്ങൾ മനോഹരമായ പേരിടണേ. അഹ്സിനൂ ഇസ്മക്കും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ. ഫഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും. നാളെ പടച്ചറബിന്റെ ദർബാറിൽ മഹ്ശറയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുമ്പോ, കത്തിയാളത് നരകത്തെ മുന്നിൽ നിർത്തി അല്ലാഹു വിചാരണ ചെയ്യുമ്പോ നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും പേര് വെച്ചുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വിളിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നാലിന്ന വ്യക്തിയുടെ മകനെ എന്നാ വിളിക്കാം. വാപ്പാടെ പേരും വിളിക്കും, മകന്റെ പേര് ചേർത്ത് വിളിക്കും. അതുകൊണ്ട് പേരെന്ത് വേണം? നല്ല പേരിടണം. ഇന്ന് ഒരുപാട് ആളുകൾ പേര് വളരെ ശ്രദ്ധിക്കാതെ പോവാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് ആളുകൾ വാപ്പാടെ 2 അക്ഷരം ഉമ്മാടെ 1 അക്ഷരം എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ലാസ്റ്റത്തെ ഏതെങ്കിലും 1 അക്ഷരം എടുത്തു. ഉമ്മാടെ പേര് സനൂജ, വാപ്പാടെ പേര് മൂസ. സായി മൂസായും കൂട്ടി സമൂസ. വെറുതെ പറഞ്ഞല്ല, അങ്ങനെയൊക്കെ. ഉമ്മാടെ തുടക്കത്തിലെ സായു എടുത്ത് വാപ്പാടെ മൂസ എന്നുള്ളതിന്റെ 2 അക്ഷരം എടുത്തു. ഇപ്പൊ എന്തായി? സമൂസ. കാരണം ഞാൻ വെറുതെ പറഞ്ഞ അർത്ഥം ഇല്ലാത്ത ഓരോ പേരുകളും ഇടുക, തോന്നിയതുപോലെ പേരിടുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സും കഴിഞ്ഞ് ഒപ്പ് കിട്ട് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ പേരും ഒപ്പം മാറ്റാൻ നടക്കുക. നല്ല അർത്ഥമുള്ള പേരിടണം. വളരെ ശ്രദ്ധിക്കണേ. അത് ഗൂഗിളിനോടല്ല ചോദിക്കേണ്ടത് ആരോടാണ്? ഉസ്താദുമാരോട് ചോദിക്കും. ഗൂഗിളിനോട് ചോദിക്കും. കാണുന്നതൊക്കെ ഗൂഗിളിനോട് ചോദിച്ചിട്ട് വഴി തെറ്റിയിട്ട് അങ്ങോട്ടൊക്കെ പോകും. ചക്കരക്കല്ലെന്നും പറഞ്ഞ് അടിച്ചു വെച്ച് ചക്കര പാത്രത്തിലോട്ട് കൊണ്ടുപോകും. അല്ലേ? ഗൂഗിളിനോടും ചോദിച്ചിട്ട് കറക്റ്റായിട്ട് വിടൂല. ഉള്ള ഊടുവഴിയും വല്ലവരെയും പറമ്പിൽ കൂടെയൊക്കെ വഴി കാണിച്ചു തരുന്നു. ഇതിലെ പോയിക്കോന്ന് പറയും. ലാസ്റ്റത്തും ഒരു സോറിയും പറഞ്ഞ് അമ്മച്ചി മിണ്ടായിരിക്കും. നമ്മളാണ് കൂടിയും പോകുന്നത്. അതുകൊണ്ട് ഗൂഗിളിനോട് ചോദിക്കാതെ അതെന്തർത്ഥം ചോദിച്ചാലും നല്ല പേര് അർത്ഥം തരുമോ? മോശമായ അർത്ഥമൊന്നും തരൂല. സാധുമാരോട് ചോദിക്കാത്ത എന്താ? നമ്മൾ മോമിനിയങ്ങൾ എന്താ ഇങ്ങനെ പുറകെ ആകുന്നു? പണ്ടങ്ങനെയല്ല. ഒരു കച്ചവടം, ഒരു ബിസിനസ്, എന്ത് കാര്യങ്ങളും പള്ളിയിൽ ഉസ്താദുമാരോട് ചോദിക്കും. നല്ല പേരുകൾ നമ്മളിടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ഇങ്ങനെ സാലിഹാകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, അമ്പിയാക്കൾ മുഴുവനും 25 പേരോളം എന്താണ് പേരുകൾ ഖുർആൻ പറഞ്ഞിട്ട് പറയുന്നു. അമ്പിയാക്കളൊക്കെ ആരാണ്? സാലിഹീങ്ങളാണ്.
മാത്രമല്ല സാലിഹാകാൻ വേണ്ടി അമ്പിയാക്കൾ ദുആ ചെയ്തിരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു, യൂസുഫ് നബിയും ഇബ്രാഹിം നബിയും ഒക്കെ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ ഞങ്ങളെ സാലിഹീങ്ങൾ ചേർത്ത് മരിപ്പിക്കണേ എന്ന് ദുആയിരുന്നു. അതുകൊണ്ട് നമ്മളും എന്ത് ദുആയിരക്കണം? സാലിഹീങ്ങൾ ചേർക്കണേ എന്ന് എപ്പോഴും സദാസമയം ദുആയിരക്കണം. നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും എല്ലാവരെയും ചേർത്ത് ദുആയിരക്കണം. അല്ലാഹു എന്നെയും എന്റെ മക്കളെയും സന്താന പരമ്പരകളെയും സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ് എന്ന് ദുആയിരക്കണം. എപ്പോഴും അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം. കാരണം എപ്പോഴാണ് ഈമാൻ ഊരിക്കളയെ അറിയില്ല. മാത്രമല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവർ എങ്ങനെ ചോദിക്കണം? മൂന്നാമത്തത് എന്താ ചോദിക്കണം? അല്ലാഹുവേ സാലിഹായ സന്താനത്തെ താ അല്ലാഹ് എന്ന് നിത്യമായി ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിക്കണം, അല്ലാത്ത ചോദിക്കാൻ പാടില്ല. കുട്ടിയെത്താ അല്ലാഹ് എന്നല്ല, എങ്ങനെ ചോദിക്കണം? സാലിഹായ കുട്ടിയെത്താ. അതിനല്ലേ പറഞ്ഞത്, ഇണയെ കിട്ടാതെ വിഷമിക്കുന്നവർ എന്താ ചോദിക്കേണ്ടത്? റബ്ബനാ ഹബ് ലനാ എന്നത് ഏത് ട്യൂഷനാണ് പോയിട്ടുള്ളത്? അവരുടെ പ്രധാന അധ്യാപക ആരാണ്? അവരുടെ ട്യൂഷൻ മാസ്റ്റർ ആരാണ്? എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്? എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്? എന്ന് തുടങ്ങി മകൾ ഉറക്കവും അനക്കവും അടക്കം അവരുടെ ജീവിത ക്രയവിക്രയങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മാതാവുണ്ടോ പിതാവുണ്ടോ? ഈ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ വിഷമങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്, നിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്, നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ പരിപൂർണമായി സംരക്ഷിക്കാൻ അല്ലാഹുണ്ട്. ആ ഒരു വിചാരം മുഅ്മിനെ മുഅ്മിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. കാരണം നീ തളർന്നു പോകാൻ പാടില്ല. നീ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. നീ നിസ്കാരം ഉറപോലെ നിർവഹിക്കുന്നവനാണ്. നീ രാവിലെ ബാങ്ക് മുഴങ്ങുമ്പോൾ തന്നെ തഹജ്ജുദിന് വേണ്ടി നേരത്തെ എഴുന്നേറ്റിരുന്നവളാണ്. ഖുർആൻ ഓതുന്ന കുടുംബമാണ്. വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയിട്ടുള്ളതായ കുടുംബമാണ്. സുബഹി നമസ്കാരം അവ്വൽ വഖത്തിൽ പള്ളിയിൽ ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ടുള്ള പുരുഷന്മാരാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിച്ചിട്ടുള്ള ഉമ്മമാരാണ്. ഖുർആൻ ഓതിക്കൊണ്ട് സുബഹിക്ക് ശേഷം നിലകൊണ്ടവരാണ്. റൂഹി ബയാൻ മജ്ലിസിൽ ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് സായുജ്യമണിഞ്ഞവരാണ്. പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നാവുകളെ പടച്ചറപ്പിലേക്ക് തിരിച്ചവരാണ്. അനാവശ്യമാകുന്ന ഫനായും ഫസാദും പറയാതെ പരിപൂർണമായി നാവുകളെ സംരക്ഷിച്ചവരാണ്. കൈകൊണ്ടൊരു ഹറാമു തൊടാത്തവരാണ്. കാലുകൊണ്ടൊരു ഹറാമിലേക്ക് പോകാത്തവരാണ്. ഒരു സിനിമ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മജ്ലിസിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ മോശപ്പെട്ട ഫിലിമുകൾ ഈ ലോകത്തുണ്ട്, എത്രയെത്ര അശ്ലീലമായ സിനിമാ പാട്ടുകളുണ്ട്. ഒന്നിനും കാതുകൊടുക്കാതെ, ഒന്നും കാണാതെ, ഒരു അശ്ലീലമായ നോട്ടം ഒരു ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ, എത്ര വർഷം കഴിഞ്ഞു വന്നാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ശരീരം പങ്കിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ? 4 വർഷമായി ഭർത്താവ് വന്നിട്ട് 5 വർഷമായി, 10 വർഷമായി, 20 കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസ ലോകത്ത് പോയി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരുത്തനും ഞാൻ പാവിരിക്കില്ല. മറ്റൊരുത്തന്റെ മുന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല. മറ്റൊരുത്തന് വേണ്ടി കിടക്ക ഞാൻ പങ്കിടാൻ തയ്യാറല്ല. ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർണമായി തീരുമാനമെടുത്ത് ഏത് വാതിന് വന്നാലും, ഏത് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്താലും, എവിടെ പോയാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് ബീച്ചിൽ പോയാലും, ഏത് മാളിൽ പോയാലും, ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന, ഔറത്തുകളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന പരിപുരുഷന്മാരുമായി ബന്ധമില്ലാത്ത എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യതാ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, പ്രവാസികളുണ്ട്.
അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരാ? എത്രയെത്ര സഹോദരങ്ങളാണ് കള്ള കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, ലഹരി ഉൽപ്പന്നങ്ങൾക്ക് മുൻപന്തിയിലുള്ളത്. കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ 600 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ 6 മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. 2584.5 ഗ്രാം അടക്കം കഞ്ചാവ് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അത്രേ. 68 കിലോഗ്രാം ഹഷീഷ് പിടിച്ചെടുത്തു അത്രേ. 32 കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ചെറുപ്പക്കാരികളിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ്. എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാണ്. കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി ഉൽപ്പന്നങ്ങളില്ലയോ? പാൻപരാഗ് പോലെയുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലും ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തളങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുത്ബ പോലും വീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന മക്കളില്ലയോ? ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ? മലബാറുള്ള ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ പുറകിലത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ, പെൺകുട്ടികളെ, മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി ഒന്ന് പരിശോധിച്ചപ്പോ അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കിയപ്പോൾ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു മുറുക്കി, ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് കീറി മുറിച്ചിട്ട് അതിനടിയിലേക്ക് മയക്കുമരുന്ന് വെച്ച് രക്തത്തിലൂടെ, സിരകളിലൂടെ തലയിലേക്ക് രക്തോട്ടമുണ്ടാക്കുന്ന ഏതെല്ലാം ബ്രെയിനിനടക്കമുള്ള സ്ഥലങ്ങളുണ്ടോ അവിടേക്കെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ലഹരിയുടെ കടന്നുകയറ്റം. മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആരാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്? എവിടേക്കാണ് മക്കളുടെ പോക്ക്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കണയന്നൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉപ്പമാരെ. പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കണേ. അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗരൂകരാകണേ. 12ാം തരം വരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്ലീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനേറെ പറയുന്നു, ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്ലീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിലാണ്. ഇമാമി മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് വാഴ്ന്ന് പറയുമ്പോ, ഉപദേശം നിർദ്ദേശങ്ങൾ നൽകുമ്പോ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ, അതേ പള്ളിയുടെ 2ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരെ മുഖേന ടെലഗ്രാമിലൂടെ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ, സിനിമാ ഗാനങ്ങൾ, സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ്, അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ്. എക്സെൻഡർ മുഖേന, ടെലഗ്രാം മുഖേന മിനിറ്റുകൾക്കകം ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. താഴെ മെമ്പറിൽ നിന്നുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ മുഅ്മിനായ സാലിഹത്താകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, സാലിഹീങ്ങളാകുന്ന മാതാപിതാക്കളുടെ മക്കൾ ഇതാ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കള്ളിനടിമപ്പെട്ടവനാണ്, അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ്, അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ്, അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ്. എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? പരിശുദ്ധമായ ദീൻ മക്കളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല. വീടുകളിൽ ഇബാദത്തുകൾ പ്രാക്ടിക്കലല്ല. വീട്ടിലുള്ള സഹോദരിമാർ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരാളോടും ആവശ്യമില്ലാത്ത ഫനായി ഫസാദ് പറയരുതെന്ന് ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിടുക. വീട്ടിൽ വരും ഉമ്മ അയൽവക്കത്തെ പെണ്ണുങ്ങളെ കുറിച്ച് കലവില വർത്താനം പറയും.
ഇത് തന്നെ ഇവർക്ക് നാട്ടുകാരെ കുറിച്ച് അവരെ കുറിച്ച് ഇവരെ കുറിച്ചൊക്കെ ഉള്ളത് മകളോട് ഇങ്ങനെ ഊതി ഊതി വിടുക. ഇവൾ വളർന്നൊരു 18 വയസ്സ് 20 വയസ്സാവുമ്പോഴത്തേക്കും നല്ല വർത്താനം പറയുന്നവളാണ്. അതുകൊണ്ട് തന്നെയാണ് 10 വയസ്സെത്തിയ കുട്ടി പിന്നെ എന്നോട് ഇങ്ങോട്ട് ചൂടാകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് സഹോദരിമാര് വിഷമം പറയുന്ന സഹോദരിമാരുണ്ട് വിളിക്കാറുണ്ട്. എന്താ കാര്യം? ഈ ഉമ്മ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഫന പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തിരിക്കുക. ഇവൾക്ക് കിട്ടിയിരിക്കുക ക്ലാസ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നാത്തുമാരുടെ മറ്റുള്ളവരുടെ നിന്നൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതം, വാപ്പയും ഉമ്മയും മക്കൾക്ക് റോൾ മോഡലാകണം. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ വിളിച്ചോണ്ട് പോകണം. നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും, സുബൈ നിസ്കാരത്തിന്റെ മഹത്വമൊക്കെ പഠിച്ച ഈ മകൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ സുബൈ നിസ്കരിക്കാതെ പോത്തുപോലെ കടന്ന് ഉറങ്ങുന്ന വാപ്പയാണ് ഇവൻ കാണുക. പിന്നെ വരുന്ന നിസ്കാരത്തിന്റെ എന്താ മഹത്വം? വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെയും കൂട്ടിക്കൊണ്ട് പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കൽ ആകണം. എങ്കിലേ നമ്മുടെ മക്കൾ വിജയിക്കുള്ളൂ. നമ്മൾ ചിന്തിക്കണം. എന്റെ മകൻ കാണുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്റെ ചെറിയ മക്കൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ ചെറിയ കുട്ടികളല്ലേ, കണ്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് അവിടെ വാൾപ്പയത്ത് നടത്താൻ പാടില്ല. ആ മക്കളുടെ ജീവിതം നന്നാകണമെന്ന് കരുതിയിട്ട് നീ ഒതുങ്ങിക്കൂടണം. അവൾ ഒതുങ്ങിക്കൂടണം. രണ്ടുപേരും ഒതുങ്ങണം. മാന്യമായ ജീവിതം അവർക്ക് കാഴ്ചവെക്കണം. അപ്പോഴേ മക്കൾ സ്വാലിഹീങ്ങളാകുന്ന പദത്തിലേക്ക് ഉയരുകയുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രവർത്തനവും വേണം, പ്രാർത്ഥനയും വേണം. സ്വാലിഹാദ് പ്രാർത്ഥന ചെയ്തത് അമ്പിയാക്കൾ ചെയ്തു, അതേപോലെ പ്രാർത്ഥിക്കണം. സ്വാലിഹാക്കളെ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രവർത്തനവും വേണം. നമ്മൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി യത്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ടവർ തഫ്സീർ ബൈളാവിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതാണ് ഹദീസ് എന്നറിയണ്ടേ? തീർച്ചയായും ഒരു കൂട്ടം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നിർബന്ധമായും കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ ഫയഖറഉ സുബിയ്യും മിൻ സുബിയാനിഹിം ഫിൽ കുത്താബ്, അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാള് പരിശുദ്ധമായ മദ്രസയിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഫാത്തിഹ സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അങ്ങ് കേൾക്കുമ്പോൾ ഫയസ്മഉഹുല്ലാഹു തആല, അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിനെ കേൾക്കുകയാണ്. നരകത്തിൽ വലിച്ചെറിയാൻ വേണ്ടി മലക്കുകൾ മുഖേന കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് നരകത്തിന്റെ വക്കിലെത്തിക്കൊണ്ട് നിലകൊള്ളിച്ചതായ ആളുകൾ, അവരുടെ മക്കളിൽ ഒരാൾ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് വിശുദ്ധമായ മദ്രസയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നത് പടച്ച റബ്ബ് കേട്ടതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമേ. 40 കൊല്ലത്തേക്ക് ശിക്ഷയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കടമില്ലാതെ മനോഹരമാകുന്ന സ്ഥാപനത്തിലിരുന്നു കൊണ്ട് പഠിക്കട്ടെ, ഖുർആനൊന്ന് ഓതട്ടെ. അവരുടെ സ്വഭാവം നന്നാക്കാൻ അഖ്ലാഖുണ്ട്, അവർ ചരിത്രങ്ങൾ പഠിക്കാൻ താരീഖുകളുണ്ട്, അവർ കർമ്മശാസ്ത്രം പഠിക്കാൻ ഫിഖ്ഹുകളുണ്ട്, അവർ ഖുർആൻ പഠിക്കാൻ തജ്വീദുകളുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്ത് നിസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും സക്കാത്ത് കൊടുക്കേണ്ടതും ഹജ്ജ് ചെയ്യേണ്ടതും തുടങ്ങിയ കാര്യങ്ങൾ കർമ്മശാസ്ത്രത്തിലൂടെ പഠിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം ശാക്തീകരിക്കേണ്ട കാര്യങ്ങളും അഖ്ലാഖിലൂടെ പഠിച്ച് മനോഹരമാകുന്ന ചരിത്രങ്ങൾ പരിപൂർണമായി മലബാറിന്റെ ചരിത്രം, ഔലിയാക്കളുടെ ചരിത്രം, അമ്പിയാക്കളുടെ ചരിത്രം, മഹിളാരത്നങ്ങളുടെ ചരിത്രമെല്ലാം താരീഖിലൂടെ പഠിച്ച് സംശുദ്ധമായ ജീവിതം നയിച്ച സാലിഹായ കുട്ടിയായി എന്റെ പൊന്നമോൻ മാറണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കണേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മക്കളില്ലേ നാളെ വാപ്പയും ഉമ്മയും മരിച്ചാൽ ഹൃദയം നൊന്തുകൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ടൊരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്
അതുകൊണ്ട് നമുക്കൊന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെങ്കിൽ തങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണേ. മടിക്കേണ്ടതില്ല. എത്ര വലുതായാലും ചെറുതായാലും നിന്റെ സമ്പത്തിനെ കുറിച്ച് അറിയുവന്നവൻ അള്ളാഹുവാണ്. നാളെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മനുഷ്യനാകെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കണേ അല്ലാ. ഫഖറതനീ ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധി വരെ എന്നെയൊന്ന് പിന്തിക്കണേ അല്ലാ. ഞാനൊന്ന് സദഖ ചെയ്തിട്ട് വരാം അല്ലാ. സിറാജുൽ ഇസ്ലാമിന്റെ കടം വീട്ടിയിട്ട് വരാം അല്ലാ. കൊടുക്കാൻ എനിക്കുണ്ടായിരുന്നു, പക്ഷെ എന്റെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചു വെച്ചവനാണ് റബ്ബേ. ഇന്നെനിക്ക് ക്യാൻസർ വന്നു, ഇന്നെനിക്ക് മാരകമാകുന്ന രോഗങ്ങൾ വന്നു. ഞാൻ ഇതാ മരണത്തെ കൺമുന്നിൽ കാണുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ ഇതാ എന്റെ മുന്നിൽ വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്. ഞാൻ ഇതാ ഈ സമയത്ത് നിന്നോട് കെഞ്ചുന്നു അല്ലാ, എന്നെ ഒന്ന് തിരിച്ചുവിടണേ അല്ലാ. ഞാൻ സദഖ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ട മലക്കുകളെ, വേണ്ട മലക്കുകളെ, അവൻ ആത്മാവിനെ പിടിക്കുന്നതിനെ തൊട്ട് ഒരളവ് പോലും പിറകോട്ട് നിങ്ങൾ ചിന്തിക്കരുതേ. ആ വചനങ്ങളൊക്കെ കേവലം വാക്കുകൾ മാത്രമാണ്. ഒരുപാട് വയസ്സ് നാം അവന് കൊടുത്തതാണ്. അല്ല പറയുകയാണ് 60-70 വയസ്സ് നാം കൊടുത്തു. ദുനിയാവിൽ എത്രയോ വാതുകൾ അവൻ കേട്ടവനാണ്. കൊടുക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി അറിയാവുന്നവനാണ്. പക്ഷെ കൊടുക്കാതെ തീർന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. ഇരട്ടി 10 ഇരട്ടി നൽകാമെന്ന് ഞാൻ ഖുർആനിലൂടെ പറഞ്ഞിട്ടും ആ വചനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് നിന്നവനാണ്. അതുകൊണ്ട് ഇനി മരണത്തിന്റെ മുഖത്ത് നിന്ന് തിരിച്ചു വിടരുതേ, തിരിച്ചു വിടരുതേ. അവന്റെ ആത്മാവിനെ പിടിച്ചുകൊള്ളണേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.